ഇതാണ് ബൈസൺ. നമ്മുടെ നാട്ടിലൊക്കെ കാട്ടിയെന്നും മലമ്പോത്തെന്നുമൊക്കെ ഇവയെ വിളിക്കാറുണ്ട്. നമ്മുടെ നാട്ടിലെ സാധാരണ പോത്തുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇവ വളരെ അഗ്രസീവായിട്ടുള്ള ജീവികളാണ്. പക്ഷേ ഈ ബൈസണുകൾക്ക് തരിശുഭൂമികളെ കാടാക്കി മാറ്റാനുള്ള കഴിവുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ വിശ്വസിച്ചേ മതിയാകൂ. അതിനായി ശാസ്ത്രജ്ഞർ ബൈസണുകളെ ഒരു വരണ്ട ഭൂപ്രദേശത്ത് തുറന്നുവിടുകയും 10 വർഷങ്ങൾക്ക് ശേഷം ആ സ്ഥലം പരിശോധിക്കുകയുമാണ് ചെയ്തത്. അതുപോലെ സഹാറ മരുഭൂമിയെ കാടാക്കി മാറ്റിയ ഡെമിലൂൺസ് എന്ന ടെക്നിക്കിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത്തരത്തിൽ തരിശുഭൂമികളെയും മരുഭൂമികളെയും കാടാക്കി മാറ്റിയ ലോകത്തിലെ വിചിത്രമായ 2 ശാസ്ത്ര പരീക്ഷണങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ആദ്യം ബൈസണുകളെ ഉപയോഗിച്ച് നടത്തിയ പരീക്ഷണം എന്താണെന്ന് പരിശോധിക്കാം. മെക്സിക്കോയിലെ ചവാൻ മരുഭൂമിയുടെ ഭാഗമായ ജാനുസ് ബയോസ്ഫിയർ റിസർവിൽ നിന്നാണ് ഈ സംഭവത്തിൻ്റെ തുടക്കം. 100 വർഷങ്ങൾക്ക് മുൻപ് ഈ സ്ഥലം ഒരു തരിശുഭൂമി ആയിരുന്നില്ല. ദൂരെ വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ പുൽമേടായിരുന്നു. ആയിരക്കണക്കിന് അമേരിക്കൻ ബൈസണുകൾ ഇവിടെ സ്വതന്ത്രമായി വിഹരിച്ചിരുന്നു. എന്നാൽ പിന്നീട് അവിടേക്ക് ക്ഷണിക്കപ്പെടാത്ത ഒരതിഥി കടന്നെത്തി. അത് മറ്റാരുമല്ലായിരുന്നു, നമ്മൾ മനുഷ്യർ തന്നെയായിരുന്നു. അങ്ങനെ കൃഷിക്കും കന്നുകാലി വളർത്തലിനും വേണ്ടി, പ്രത്യേകിച്ച് കാലിത്തീറ്റക്കായി മനുഷ്യർ ഇവിടുത്തെ പുല്ലുകൾ വെട്ടിമാറ്റാൻ തുടങ്ങി. കൂടാതെ അവിടെ ജീവിച്ചിരുന്ന ബൈസണുകളെ വേട്ടയാടുകയും ചെയ്തു. അതിനാൽ തന്നെ പതുക്കെ പച്ചപ്പ് നിറഞ്ഞ ഭൂമിക്ക് ഫലഭൂയിഷ്ഠത നഷ്ടപ്പെട്ടു തുടങ്ങി. അങ്ങനെ ഇവിടുത്തെ മണ്ണ് ഉണങ്ങി കട്ടിയായി മാറുകയായിരുന്നു. മഴ പെയ്താൽ വെള്ളം മണ്ണിനകത്തേക്ക് പോകുന്നതിന് പകരം മുകളിൽ കൂടി ഒഴുകിപ്പോവുകയും അവശേഷിച്ച മണ്ണിനെയും ഒപ്പം കൊണ്ടുപോവുകയും ചെയ്യുമായിരുന്നു. അതിനാൽ തന്നെ ഒരു കാലത്ത് പുൽമേടുകൾ നിറഞ്ഞ പ്രദേശം ഭൂരിഭാഗവും ജീവനില്ലാത്ത വരണ്ട മരുഭൂമിയായി മാറുകയായിരുന്നു. പക്ഷികളും പ്രാണികളും ചെറിയ മൃഗങ്ങളുമെല്ലാം പതുക്കെ ഇവിടെ നിന്ന് അപ്രത്യക്ഷമായി തുടങ്ങി. അവിടേക്കാണ് ബൈസണുകളുടെ തിരിച്ചുവരവ്. സത്യത്തിൽ പ്രകൃതിയുടെ എഞ്ചിനീയർമാരാണ് ബൈസണുകൾ എന്ന് പറയാം. വർഷങ്ങളോളം ഈ പ്രദേശം തരിശായി കിടക്കുകയായിരുന്നുവെന്ന് മുൻപേ പറഞ്ഞല്ലോ. അതിനാൽ തന്നെ 21-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ചില ശാസ്ത്രജ്ഞരും പ്രകൃതി സംരക്ഷകരും വളരെ വിചിത്രമായ ഒരു പദ്ധതി തയ്യാറാക്കി. അവരുടെ പദ്ധതി വളരെ സിമ്പിളായിരുന്നെങ്കിലും അതിന് പിന്നിലെ സയൻസ് വളരെ ഇംപ്രസീവ് ആയിരുന്നു. അതായത് ഈ തരിശുഭൂമിയിലേക്ക് ബൈസണുകളെ തിരികെ കൊണ്ടുവരാൻ അവർ തീരുമാനിച്ചു. 2009-ൽ വെറും 23 ബൈസണുകളുടെ ഒരു ചെറിയ കൂട്ടത്തെ ഈ പ്രദേശത്തേക്ക് കൊണ്ടുവന്ന് തുറന്നുവിടുകയായിരുന്നു. ഈ സമയത്ത് നിങ്ങളുടെ മനസ്സിൽ സ്വാഭാവികമായി വരുന്ന ചോദ്യമായിരിക്കും, എന്തുകൊണ്ടാണ് ബൈസണുകളെ മാത്രം ഈ പദ്ധതിക്കായി തിരഞ്ഞെടുത്തത് എന്ന്. അതിനുള്ള ഉത്തരം ബൈസണുകൾ സാധാരണ ഒരു മൃഗമല്ല എന്നുള്ളതാണ്. സത്യത്തിൽ ബൈസണുകൾ കീസ്റ്റോൺ സ്പീഷീസ് ആണ്. അതായത് ഒരു ആവാസ വ്യവസ്ഥ മുഴുവൻ ആശ്രയിച്ചിരിക്കുന്ന ഒരു ജീവിവർഗം. അതിനാൽ തന്നെ ഈ തരിശുഭൂമിക്ക് വീണ്ടും ജീവൻ നൽകാനുള്ള മാർഗം ബൈസണുകളുടെ ശരീരത്തിലും ശീലങ്ങളിലും ഒളിഞ്ഞുകിടപ്പുണ്ടായിരുന്നു. സോ ഇപ്പോഴത്തെ നിങ്ങളുടെ ചോദ്യം, എങ്ങനെയാണ് ബൈസണുകൾക്ക് മരുഭൂമിയെ കാടാക്കി മാറ്റാൻ കഴിയുക എന്നതായിരിക്കും. അതിന് കൃത്യമായ ഉത്തരം കിട്ടാൻ ഗവേഷകർക്ക് കാത്തിരിക്കേണ്ടി വന്നത് 10 വർഷങ്ങളോളമായിരുന്നു. അതായത് ഈ തരിശുഭൂമിയിലേക്ക് ബൈസണുകളെ തുറന്നുവിട്ട ശേഷം ഗവേഷകർ അവയെ നിരീക്ഷിക്കുക മാത്രമായിരുന്നു ചെയ്തത്. തുടക്കത്തിൽ ബൈസണുകളുടെ എണ്ണം ചെറുതായിരുന്നുവെങ്കിലും ക്രമേണ അവയുടെ എണ്ണം കൂടാൻ തുടങ്ങി. 23-ൽ നിന്ന് ബൈസണുകൾ 200-ൽ അധികമായി വർദ്ധിക്കുകയായിരുന്നു. ആ 10 വർഷങ്ങൾക്കിടയിൽ ബൈസണുകൾ ആ പ്രദേശത്ത് മുഴുവൻ ചുറ്റിക്കറങ്ങുകയും പുല്ല് മേയുകയും മണ്ണിൽ ചവിട്ടി അവിടങ്ങളിൽ ജീവന് തുടക്കം കുറിക്കുകയും ചെയ്തു. 10 വർഷങ്ങൾക്ക് ശേഷം സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ നിന്നും ഗ്രൗണ്ട് സർവേകളിൽ നിന്നും ലഭിച്ച ചിത്രം എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. അതായത് വർഷങ്ങൾക്ക് മുൻപ് വരെ വരണ്ട തരിശുഭൂമിയായിരുന്ന പ്രദേശം ദൂരെ വരെ പച്ചപ്പ് നിറഞ്ഞ പുൽമേടായി മാറിയിരിക്കുന്നു. ആ ഭൂമിയിലേക്ക് ഈർപ്പം തിരിച്ചെത്തിയിരിക്കുന്നു. ചെറിയ കുളങ്ങളും ജലസ്രോതസ്സുകളും വീണ്ടും ഫോമാകാൻ തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ഇത് എങ്ങനെ സംഭവിച്ചു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ബൈസണുകളുടെ 3 പ്രധാനമായ ശീലങ്ങളായിരുന്നു. ഒന്നാമതായി അവയുടെ കുളമ്പുകൾ. ബൈസണുകൾ വർഷങ്ങളായി പുൽമേടുകളിൽ നടക്കുമ്പോൾ അവയുടെ ഭാരവും കൂർത്ത കുളമ്പുകളും മണ്ണിൻ്റെ മുകളിലെ ഉപരിതലം മൃദുവാക്കിയിരുന്നു. അതായത് കർഷകർ വയൽ ഉഴുതുമറിക്കുന്നത് പോലെ. അതിനാൽ തന്നെ മഴവെള്ളം ഈ മൃദുവായ മണ്ണിലേക്ക് എളുപ്പത്തിൽ ഇറങ്ങിച്ചെല്ലുകയായിരുന്നു. ഇത് ഭൂഗർഭജലം റീചാർജ് ചെയ്യപ്പെടാൻ കാരണമാകുന്നു. രണ്ടാമതായി അവയുടെ പുല്ല് മേയുന്ന രീതി. ബൈസണുകൾ പുല്ല് വേരോടെ പിഴുതെടുക്കുന്നതിന് പകരം മുകളിലെ പുല്ലുകൾ ഭക്ഷിക്കുകയാണ് ചെയ്യുക. ഇത് പുല്ല് നശിക്കുന്നതിന് പകരം വേഗത്തിൽ വളരാൻ കാരണമാകുന്നു. മൂന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതും അവയുടെ ചാണകമാണ്. ബൈസൺ ചാണകം ഒന്നാം തരം പ്രകൃതിദത്ത വളമാണ്.
അതിൽ പോഷകങ്ങളും വിത്തുകളും അടങ്ങിയിരിക്കുന്നു. ബൈസൺ ചാണകമിടുമ്പോൾ അത് മണ്ണിനെ പോഷിപ്പിക്കുകയും പുതിയ വിത്തുകൾ വിതക്കുകയും ചെയ്യുന്നു. ഈ 3 കാര്യങ്ങൾ ഒരുമിച്ച് ആ ഭൂമിയെ ഫലഭൂയിഷ്ടമാക്കി മാറ്റുകയായിരുന്നു. അങ്ങനെ ആ പ്രദേശത്ത് പുല്ല് തിരിച്ചെത്തിയപ്പോൾ ജലസ്രോതസ്സുകളും തിരിച്ചെത്തുകയായിരുന്നു. അങ്ങനെ ആ പ്രദേശം വീണ്ടും ജീവൻ തുളുമ്പുന്നതായി മാറുകയായിരുന്നു. ഇനി നമുക്ക് സഹാറ മരുഭൂമിയെ കാടാക്കി മാറ്റിയ നൈജർ എന്ന രാജ്യത്തെക്കുറിച്ചും ഡെമിലൂൺസ് എന്ന പരീക്ഷണവും കാണാം. ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ രാജ്യമായ അമേരിക്കയേക്കാൾ വലുതാണ് സഹാറ മരുഭൂമി. ചൂട് ഏറ്റവും കൂടിയ മരുഭൂമിയായ സഹാറയുടെ വിസ്തീർണം 80.6 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. എന്നാൽ സഹാറ പണ്ട് മുതൽക്കേ മരുഭൂമിയായിരുന്നില്ല. ഏകദേശം 4000 വർഷങ്ങൾക്ക് മുൻപ് സഹാറ പച്ച പുതച്ച പ്രദേശമായിരുന്നു അത്രേ. 20 ലക്ഷത്തോളം ആളുകൾ അവിടെ താമസിക്കുകയും ധാന്യങ്ങളും മറ്റും കൃഷികളും ചെയ്തിരുന്നു. പക്ഷേ കാലക്രമേണ അതെല്ലാം മാറിമറിയുകയായിരുന്നു. കഴിഞ്ഞ നൂറ്റാണ്ട് മുതൽ ഓരോ വർഷവും സഹാറ മരുഭൂമി 7600 സ്ക്വയർ കിലോമീറ്റേഴ്സ് വളർന്നു വരികയാണെന്നാണ് കണക്ക്. അതായത് 1920-ലെ സഹാറ മരുഭൂമി ഇപ്പോൾ 10% മരുഭൂമിയായി മാറിയിരിക്കുന്നു എന്നർത്ഥം. അതിനാലാണ് ആഫ്രിക്കൻ യൂണിയൻ 2007-ൽ ഗ്രേറ്റ് ഗ്രീൻ വാൾ എന്ന പേരിൽ സഹാറ മരുഭൂമിയുടെ നടുവിലൂടെ ഒരു വനം നിർമ്മിച്ചെടുക്കാൻ പദ്ധതിയിട്ടത്. എന്നാൽ മരുഭൂമിയിൽ നമ്മുടെ നാട്ടിലെ പോലെ മരങ്ങൾ നട്ടുവളർത്തുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം അത്തരം കാലാവസ്ഥയിൽ മരങ്ങൾ വളരുമോ എന്നതുപോലും സംശയമാണ്. അതിനാൽ തന്നെ സഹാറ മരുഭൂമിയിൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ നടത്തിയിട്ടുള്ള പല പദ്ധതികളും പരാജയത്തിലാണ് ചെന്നെത്തിയിട്ടുള്ളത്. അതിനുള്ള പ്രധാന കാരണം അവിടെയുള്ള കാലാവസ്ഥയും മഴയുടെ ലഭ്യത കുറവും തന്നെയായിരുന്നു. ഇതൊക്കെ കൊണ്ടാണ് നൈജർ എന്ന രാജ്യം വാട്ടർ ഹാർവെസ്റ്റിംഗ് ടെക്നിക്കിലൂടെ മരങ്ങൾ വളർത്തിയെടുക്കാൻ ശ്രമങ്ങൾ നടത്തിയത്. ആഫ്രിക്കയിലെ തന്നെ ഏറ്റവും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് നൈജർ. ആ രാജ്യത്തിലുള്ള 80% പേരും വരുമാനത്തിനായും അതിജീവനത്തിനായും ആശ്രയിക്കുന്നത് കൃഷിയെ തന്നെയാണ്. നൈജറിന്റെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള നവോമി എന്ന പട്ടണത്തിൽ നിന്നും 55 കിലോമീറ്റർ പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ഗ്രാമമാണ് ഈ പദ്ധതിയുമായി മുന്നോട്ട് വന്നത്. അതിനായി അവിടെയുള്ള ആളുകൾ 120 ഹെക്ടറോളം സ്ഥലമാണ് മരങ്ങൾ നട്ടുപിടിപ്പിക്കാനായി തെരഞ്ഞെടുത്തത്. കൂടാതെ ഈ പദ്ധതിക്ക് നൈജർ ഗവൺമെന്റിന്റെ പിന്തുണയും കൂടെയുണ്ടായിരുന്നു. അങ്ങനെ ഇത്രയും പ്രദേശത്ത് ഗം അറബിക് ട്രീ എന്നൊരു മരമാണ് വളർത്താൻ തീരുമാനിച്ചത്. വരണ്ട് കിടക്കുന്ന പ്രദേശങ്ങളിൽ നട്ടുപിടിപ്പിച്ചാൽ പെട്ടെന്ന് വളരുന്ന ഒരു മരമാണിത്. ഈ മരത്തിന്റെ പ്രത്യേകത എന്തെന്നാൽ ഈ മരത്തിൽ നിന്നും ലഭിക്കുന്ന മരപ്പശ മറ്റു ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ കഴിയുന്നവയാണ്. കൂടാതെ ഈ മരത്തിന്റെ തടി വിറകായും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇവയൊന്നും കൂടാതെ ഈ മരങ്ങൾക്ക് അന്തരീക്ഷത്തിലെ നൈട്രജന്റെ അളവ് ക്രമീകരിക്കാനും കഴിവുണ്ട്. ഈ വാട്ടർ ഹാർവെസ്റ്റിംഗ് ടെക്നിക് അറിയപ്പെടുന്നത് ഡെമിലൂൺസ് എന്ന പേരിലാണ്. ബൂൺസ് എന്ന പേരിലും ഇതറിയപ്പെടുന്നുണ്ട്. സിമ്പിളായി പറഞ്ഞാൽ ഈ ടെക്നിക്കിനായി സെമി സർക്കിൾ ഹോൾസ് നിർമ്മിച്ചെടുക്കുകയാണ് ആദ്യം ചെയ്യുക. ഈ ഹോൾസിന്റെ ആഴത്തിനും നീളത്തിനും വീതിക്കുമെല്ലാം പ്രത്യേകമായ മെഷർമെന്റുകളുണ്ട്. കൂടാതെ ഈ ഹോളുകൾ ഭൂമിയുടെ സ്ലോപ്പിനടിസ്ഥാനമാക്കിയും മഴ പെയ്യുന്നതിന്റെ ഡയറക്ഷനിലുമായിരിക്കും കുഴിക്കുക. മഴ പെയ്തു കഴിഞ്ഞാൽ ഈ കുഴിയിൽ പരമാവധി വെള്ളം കെട്ടിനിൽക്കും. അതിനുശേഷമാണ് ഈ കുഴിയിൽ ചെടികളുടെ വിത്തുകൾ മുളപ്പിക്കുന്നതും മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്യുന്നത്. വർഷങ്ങളുടെ പഠനത്തിന് ശേഷമാണ് ഡെമിലൂൺസ് എന്ന മെത്തേഡ് ഉപയോഗിച്ചാൽ മണ്ണൊലിപ്പ് പോലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കാതെ മരങ്ങൾ വളർത്തിയെടുക്കാമെന്നും വിളനാശം സംഭവിക്കാനുള്ള സാധ്യതകൾ കുറവാണെന്നും തെളിയിക്കപ്പെട്ടത്. ഡെമിലൂൺസിന്റെ ഉള്ളിലായി പച്ചക്കറി കൃഷിയും അവർ ചെയ്തിരുന്നു. കൂടാതെ ഇതിനകത്തായി ഒരുപാട് ഇലകൾ വളരുന്ന മരങ്ങളും അവർ വളർത്തിയിരുന്നു. അതവർ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇത്തരത്തിൽ ഒരുപാട് ഇലകളുള്ള മരങ്ങൾ ഡെമിലൂൺസിന്റെ അകത്ത് വളർന്നു വലുതായാൽ അവയുടെ ഇലകൾ നിലത്ത് കൊഴിഞ്ഞു വീഴുകയും കാലക്രമേണ ആ ഇലകൾ ചുറ്റും വളമായി മാറുകയും മണ്ണിനത് മോയ്സ്ചറായി പ്രവർത്തിക്കുകയും ചെയ്യും. ഇങ്ങനെ ഡെമിലൂൺസ് ഉള്ള സ്ഥലങ്ങളിൽ താപനില കുറയാനും കൂടുതൽ മഴ ലഭിക്കാനും ഈ ടെക്നിക്ക് ഉപകാരപ്പെടും. യഥാർത്ഥത്തിൽ ഡെമിലൂൺസ് എന്ന മെത്തേഡ് പുതിയതായി കണ്ടുപിടിച്ച ഒരു രീതിയല്ല എന്നതാണ് സത്യം. കാരണം പുരാതനമായി തന്നെ നിലനിന്നിരുന്ന ഒരു മെത്തേഡായിരുന്നു അത്ര ഇത്. എന്നാൽ ഈ മെത്തേഡ് കാലക്രമേണ ഇല്ലാതാവുകയായിരുന്നു. എന്നാൽ ഈ അടുത്ത കാലത്താണ് ഈ മെത്തേഡ് വീണ്ടും പരീക്ഷിക്കപ്പെടുന്നത്. പുരാതന കാലം മുതൽക്കേ കർഷകർക്കിടയിൽ വായ്മൊഴിയായി പകർന്നു വന്നതാണ് ഡെമിലൂൺസ് എന്ന മെത്തേഡ്. ഈ മെത്തേഡിലൂടെ 50 ലക്ഷം ഹെക്ടേഴ്സ് പ്രദേശത്ത് 20 കോടി മരങ്ങൾ വളർത്തിയെടുക്കാനാണ് അവർക്ക് സാധിച്ചത്. ഇത് 2.5 മില്യൺ ജനങ്ങൾക്കാണ് ഉപകാരപ്രദമായി മാറുകയുണ്ടായത്. ഏതായാലും ഈ 2 പരീക്ഷണങ്ങളിൽ നിങ്ങളെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ പരീക്ഷണം ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.